ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ആമസോൺ ഫോറസ്റ്റിലാണുള്ളത്, കൊളംബിയയിലാണുള്ളത്. ഞാൻ ഇവിടെയാണ് ഇന്നലെ കിടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഉറക്കമൊന്നും ശരിയായിട്ടില്ല കണ്ടോ, ഞാൻ ഉറങ്ങി എണീച്ചിട്ടുള്ളൂ. ഇന്ന് രാവിലെ ഇപ്പം എണീച്ച എങ്ങനെയാണെന്നറിയോ, അവൻ മുകളിൽ കിടന്ന് ഞാൻ താഴെ കിടന്ന് എൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഇട്ടേക്കാണ്. അവൻ എന്തോ ആവശ്യമായിട്ട് അങ്ങോട്ടോ പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതാണെങ്കിൽ അവർക്കങ്ങനെ വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടാണ്. അതാണ് ടാസ്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിവിടെ പൈസയൊക്കെ കൊടുത്ത് നിന്നാലും അവർക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ല. അവർ രാവിലെ തന്നെ എനിക്ക് പുഴുവാണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. പുഴുവും ആ ഒരു സാധനവും അതിൽ ഉറുമ്പെല്ലാം വന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഉറുമ്പ് വന്ന് ഫിഷും എനിക്കത് കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നില്ല. ഞാൻ ഉറക്കമൊന്നും സെറ്റാകത്തോണ്ട് ഉറക്കപ്പിശില്ല. അവിടെ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ല, ഇലക്ട്രിസിറ്റി എല്ലാം ഒട്ടുമില്ല. ഇവിടെ ഞാൻ ഇലക്ട്രിസിറ്റി എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് പവർ ബാങ്കിൽ ചാർജ് ഉണ്ടായ ഫോൺ ചാർജ് ചെയ്ത്, പിന്നെ ഇങ്ങനെ ക്യാമറയിലും കുറച്ച് ചാർജ് ചെയ്തിട്ടുള്ളത്. നോക്കട്ടെ എന്താണ് ഇവിടുന്ന്. അപ്പം ഞാൻ ഇന്നിനി പോവാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വീഡിയോസ് എടുക്കാൻ പറ്റൂല, ചാർജും ഇല്ല, രണ്ടും ഇല്ലാണ്ട് ടാസ്ക്കാണ്. അവിടുന്ന് നടന്നിട്ട് ഞാൻ റോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് പോവാണ്. അവൻ അവിടെ ഇവിടുന്ന് മോട്ടോ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബാഗെല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട്. സോ ഞാനിനിയിപ്പോൾ അവിടെ എത്തിയിട്ട് മെയിൻ സെൻറ്ററിൽ എത്തിയിട്ട് തീരുമാനിക്കണം ഞാനിനി ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ബോട്ടെടുത്ത് പോകണോ, അതോ ബോട്ട് എടുത്തിട്ട് പെറുവിലേക്ക് ക്രോസ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും കുറേ ബോട്ടൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. അവിടുന്ന് ഈ ഇക്വിറ്റസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമുക്ക് ലിമയിലേക്ക്, ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള പെറുവിലേക്ക് ഫ്ലൈറ്റ് കിട്ടും. പക്ഷേ ഫ്ലൈറ്റ് ഇപ്പോൾ ഇന്ത്യൻ റുപ്പി 10,000 ഒക്കെയാണ് ഈവൻ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ കാണിക്കുന്നത്. മുന്നേ വെറും 2,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഏത് ഡേറ്റിലാണ് ഫ്ലൈ ചെയ്യാമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തില്ല. നേരത്തെ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ 2,000 രൂപ മതിയായിരുന്നു. എന്ത് ചെയ്യാനാ? സോ ഞാൻ വല്ല സ്ലോ ബോട്ടെല്ലാം എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. സ്ലോ ബോട്ട് എടുത്ത് പോയാലും അത്യാവശ്യം ഒരു 7 ദിവസം ഡിപ്പെൻസാണ്. 3 ദിവസം, 4 ദിവസം, 5 ദിവസം, 6 ദിവസം, 7 ദിവസം, 8 ദിവസം എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 7 ദിവസം എന്നൊരു അപ്രോക്സിമേറ്റ് ഇതാണുള്ളത്. അപ്പോൾ അവനാണെങ്കിൽ ഇനി അടുത്ത എപ്പോഴാണ് ഇനി അവൻ സ്വിറ്റ്സർലൻഡ് പോകാമെന്നൊന്നും അറിയില്ല. ഞാൻ അവൻ്റെ അഡ്രസ്സ് എല്ലാം മേടിച്ചിട്ടുണ്ട്. അഡ്രസ്സ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നീ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, സോ ഞാൻ നിന്നെ കാണാൻ വേണ്ടി സ്വിറ്റ്സർലൻഡിൽ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ സാധനം ഉണ്ടല്ലോ മാമ്പേ, വായിലിവിടെ ഇടുന്ന ആ പൊടി, അത് ഞാൻ യൂസ് ചെയ്തില്ലല്ലോ. അതെല്ലാം അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ അടുത്ത് ഇവൻ പറയുള്ളൂ, അവരെൻ്റെ അടുത്ത് ഡയറക്റ്റ് പറയില്ല. ഇവനാണല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കുന്നത്. സോ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാനത് ഉപയോഗിക്കാത്തത്. സാധാരണ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങൾ കാണാനുമാണ് എല്ലാവരും വരരുത്. ഞാനത് കണ്ടു അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നെല്ലാം. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാനെങ്ങനെ വീഡിയോ എടുക്കുക, അതാണ്. അപ്പോൾ അത് ഉപയോഗിക്കാനാണ് എല്ലാവരും മെയിനായിട്ട് വരുന്നത്. സോ എനിക്കത് ഉപയോഗിക്കണ്ട, ഞാൻ ഓൾറെഡി ഒരു വട്ടം ഉപയോഗിച്ചിട്ട് വോമിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഉപയോഗിക്കണ്ട. ഭയങ്കര ചൂട്, മഴയെല്ലാം പെയ്യാൻ പോകുന്ന പോലൊരു ഫീലുണ്ട്. നമുക്ക് ആകെ ഒരു വണ്ടി കിട്ടിയല്ലോ, അപ്പോൾ നമ്മൾ ട്രിപ്പിൾ അടിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അവനിരിക്കാനൊന്നും സ്ഥലം ഇല്ലാണ്ടാണ് ഇരിക്കുന്നത്. It's gonna be rain, right? It's gonna be rain, right? Yeah. നല്ല മഴക്കാറെല്ലാം ഉണ്ട്. മഴ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് ചാരി തുടങ്ങുന്നുണ്ട്. ഇനി കൂടുതൽ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിത് അവിടുന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ കയറിയിട്ട് ടൗണിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ബസ് ഇതാ അവിടെ വന്നിട്ടുണ്ട്. എവിടെ, അപ്പുറത്തെ സൈഡാണോ? അപ്പുറത്തെ സൈഡാണ്. The bus? ¿Va a regresar? Ahora voy. ¿Ah? Sí, va a dar la vuelta. Chilka? ഇതെന്താ ബസ്സിന് അങ്ങോട്ടാണല്ലോ പോയത്? എനിക്കൊന്ന് തിരിച്ചു വരുമോ അതോ വേറെ ബസ്സാണോ? എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. അവൻ എന്നെ ആ ഭാഷ അറിയുള്ളൂ. ദിവസമായിട്ട് ആ ബസ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഞാനിനി കയറിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അവിടെ ബോർഡെല്ലാം ഉണ്ട്, ലത്തിക്കുക അങ്ങോട്ട്. ഞാൻ കയറാൻ വേണ്ടി പോവാണ്. ഓക്കെ, അതിലേക്ക് ബൈ പറയാം. ഓക്കെ, ബൈ ബൈ. Bye bye. Yeah, sure. Bye bye. See ya. I'll see you in Switzerland. Okay, bye. Yeah. Bye bye. ഞാനിനി സ്വിറ്റ്സർലൻഡിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ട് ബൈ
ഉള്ളത്. ഞാനിതവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ആ ബോട്ടിൻ്റെ ആ ഏരിയ ഉണ്ടല്ലോ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണം. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. രാവിലെ അവർ ആ ഫിഷ് തന്നില്ലേ, അതെല്ലാം കുറേ നേരമായിട്ട് അവർ കൊണ്ടുവച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് പൊടിയെല്ലാം മണ്ണെല്ലാം ആയിട്ട് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അത് കഴിച്ചില്ല. പുഴുവും ഉറുമ്പും ഈച്ചയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ. അവർ രാവിലെ എന്നെ വിളിച്ചതാണ്. ഞാൻ അപ്പം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായുള്ളൂ. അതുവരെ എനിക്ക് ഉറക്കം ശരിയായിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ പോയി കഴിച്ചോ, ഞാൻ ഇല്ലാന്ന്. അതുകൊണ്ട് നല്ല വിശക്കുന്നുണ്ട്. ഇപ്പോൾ സമയം എന്തായെന്നറിയോ? സമയം എന്താ 1:15. സോ നല്ല വിശക്കുന്നുണ്ട്. ആ ഒരു കാട്ടിലൂടെയൊക്കെ വീണ്ടും നടന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടയർഡായി. ചൂടും ഒടുക്കത്തെ ചൂടാണ്. ഞാനാണെങ്കിൽ ഇതവിടെ ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കഴിക്കണം, എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ. എനിക്ക് എന്തോ ഒരു വിഷമം അവനെ പിരിഞ്ഞിട്ട്. നമ്മളിങ്ങനെ യാത്രയിൽ ഒരുപാട് ആൾക്കാരായിട്ട് ഭയങ്കര ക്ലോസ് ആവും. പിന്നെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. പിന്നെ ഒരു 1 വീക്ക് നമ്മൾ അവരെ പറ്റി ഇങ്ങനെ ചിന്തിക്കും. എനിക്ക് ആ മെക്സിക്കോയിലൊരു ഫാമിലി, ലാമസ് കിറ്റിയിലൊരു ഫാമിലി, അങ്ങനെ പല സ്ഥലത്തുനിന്നും പോകുന്ന സമയത്ത് ഒരുപാട് പ്രിയപ്പെട്ടവരെ കിട്ടും നമ്മളെ യാത്രയിൽ. പക്ഷെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇനിയും ഒരുപാട് മനുഷ്യരെ കാണാനുള്ളതാണ്, എൻ്റെ ലൈഫിൽ വരാനുള്ളതാണ്. അവരൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് പോകാനുള്ളവരാണ്. അതാണ്. സോ അവൻ്റെ കണ്ണെല്ലാം നിറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ബായൊക്കെ പറഞ്ഞായിരുന്നു മുന്നേ. ഞാനൊരു ഇത് കൊടുത്തായിരുന്നു. ഞാൻ മുന്നേ മെക്സിക്കോന്ന് മേടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു, സ്കള്ളിൻ്റെ. ഞാൻ കാലിലിടാൻ വേണ്ടി മേടിച്ച. കാലിലിട്ടപ്പോൾ അങ്ങനെ ഊരിപ്പോന്നപ്പോൾ ഞാൻ പിന്നെ എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ അവനിങ്ങനെ ഗിഫ്റ്റൊക്കെ ആയി കൊടുത്ത്. സോ ഞാൻ പറഞ്ഞു അതിൻ്റെ ഓർമ്മയ്ക്ക് എടുത്തു വെച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഫീലായി. എനിക്കും അതേ ഫീലായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞു മറ്റേ മലയാളത്തിൽ ദേശാടന കിളികൾ കരയാറില്ല, ആ സംഭവമെല്ലാം ഞാൻ അവനിങ്ങനെ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ അടിപൊളിയായിരുന്നു. രാത്രിയെല്ലാം എനിക്ക് ഉറക്കം സെറ്റായിട്ടുണ്ടായില്ല. ഞാൻ അവൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഞങ്ങൾ കാട്ടിലൂടെയൊക്കെ നടന്നു. അവൻ ടയർഡായിരുന്നു. എന്നിട്ടും കാട്ടിലൂടെ എല്ലാം അങ്ങനെ നടന്നു. ഞാൻ എന്താ ഇവിടെ മാർക്കറ്റിലെത്തിന് ആദ്യം തന്നെ ഒരു തണ്ണിമത്തം കഴിക്കാം. അതാകുമ്പോൾ ചൂടിന് ബെറ്റർ. ഊനോ ക്വാന്തോ സി 2,000 സി ഊനോ. 2,000 പെസോസ് എന്ന് പറഞ്ഞാൽ 44 അത്രയൊക്കെ പൈസ നമ്മളെ നാട്ടിലെ. ഇവിടെ ഇതാ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതേ നമ്മളെ മല്ലിയിലൊക്കെയാണ് കാണുന്നത്. സ്റ്റാർ ഫ്രൂട്ട്, പിന്നെ കൽക്കരി, അതെല്ലാം കാണുന്നുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള എന്തോ ഡ്രിങ്ക് അതൊക്കെ കാണുന്നുണ്ട്. ദുൽസെ അല്ല, മധുരമല്ല, വേറെ എന്തോ സംഭവം. കപ്പ ഇങ്ങനെ പൊടിച്ചു വെച്ചേക്കുന്ന എങ്ങനെ കാണും. കപ്പയും പിന്നെ വേറെ എന്തോ സംഭവം. എനിക്ക് ഫോണൊന്ന് ചാർജ് ചെയ്യണമായിരുന്നു. അത് എവിടെ ചാർജ് ചെയ്യാതെ ഞാൻ എൻ്റെ ഫോണിൽ ചാർജില്ലായിരുന്നു. ഇന്നലെ തൊട്ടിട്ട് ചാർജ് ചെയ്യാനൊരു സ്ഥലം കിട്ടിയില്ല. ഫുഡ് ഇവിടുന്ന് എവിടെയെങ്കിലും കഴിക്കാം. പക്ഷെ ചാർജ് ചെയ്യൽ സേഫ് ആണോ അവിടെ കുത്തിയിടുന്നത്, അല്ലെ ഇവിടുന്ന് കഴിക്കേണ്ടി വരുമോ ഞാൻ ചോദിച്ചോട്ടെ. ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ഞാൻ ഗ്രിൽഡാണ് പറഞ്ഞിട്ടുള്ളത്, ഫിഷിൻ്റെ. അപ്പോൾ അവരെനിക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് എത്ര പൈസ എന്ന് ചോദിച്ചു. കാരണം എൻ്റെ ഫോൺ ചാർജ് ചെയ്യാനിട്ടേക്കല്ലേ. ഒരു ഫോൺ പിന്നെ എവിടെയാ ബാഗിലുണ്ടോ എവിടെ അറിയില്ല. നോക്കി കയ്യിൽ കണ്ടോ. ഞാനിത് 20 നോട്ട് കാണിച്ചിട്ട് എത്ര ആവും ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ കാണിച്ചേക്കാം 15 മൈനസ് ചെയ്ത് 5, ഇത് 20 തന്നു കഴിഞ്ഞാൽ 5 തിരിച്ചു തരും, 15 എന്നെല്ലാം എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത്. ഇതാണ് ഫുഡ് വന്നിട്ടുള്ളത്. റൈസ് ഉണ്ട്, പിന്നെന്തോ അതിന് ബീൻസ് ഉണ്ട്, പിന്നെ ഇത് ഗ്രിൽഡ് ബനാന, പിന്നെ അതാ ഫിഷ്, ഒരു ടൈപ്പ് ഫിഷാണ് ഉള്ളത്. അത് കഴിക്കട്ടെ. മുള്ളു കുടുങ്ങാണ്ട് കഴിക്കണം. ഇപ്പം മീൻ കഴിക്കുമ്പോൾ പേടിയാണ്. ഞാൻ നോക്കിയാണ് കഴിക്കുക. വളരെ സൂക്ഷിച്ച് കഴിക്കും. നല്ല ഫ്രഷാണ്. ആ ടേസ്റ്റിൽ നല്ല മാറ്റമുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുകയാണ്. മഴയെല്ലാം പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇനി മൊത്തം മഴയാന്ന് തോന്നുന്നു. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണുള്ളത്. ഞാൻ അങ്ങോട്ട് എൻട്രി ചെയ്യണോ സാന്റാറോസയ്ക്ക്, അതോ പുറത്തോ നരീനോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകണേ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ എല്ലാം ഒരുപാട് ട്രൈബൽ ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ആനക്കൊണ്ടയാണെങ്കിലും അങ്ങനത്തെ അനിമൽസ്, സ്നേക്സിനൊക്കെ കാണണമെങ്കിൽ കുറേ ഡീപ്പ് ഫോറസ്റ്റിൽ പോകണം. അതിനെല്ലാം ഒരുപാട് പൈസയാവും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ പോകുന്നില്ല. ബട്ട് ആ ട്രൈബൽ വില്ലേജ് നമുക്ക് പുറത്തോ നറീനോയിൽ പോയാൽ കുറച്ചൊക്കെ കാണാം, ഒരുപാടൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ആ ഡീപ്പായിട്ടുള്ള ഉള്ളിലുള്ളതൊന്നും അവിടേക്കൊന്നും ആരും ടൂറിസ്റ്റ് പോകില്ല. അവിടെ എല്ലാം എത്തിപ്പെടാനും ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക. ബെറ്റർ പെറുവിലേക്ക് എൻട്രി ചെയ്യുന്ന ഞാൻ തോന്നുന്നു. പക്ഷെ ഞാനാണെങ്കിൽ ഇന്നലെ റീചാർജ് ചെയ്തു ഒരു 30 GB. അപ്പോൾ അപ്പുറം പോയി കഴിഞ്ഞാൽ ഇനി പുതിയ സിം എടുക്കണം. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പുറം പോകുന്നത് തന്നെ ഞാൻ തോന്നുന്നു ബെറ്റർ. പക്ഷേ ഈ സാന്റാ റോസ എന്ന് പറയുന്നത് ചെറിയ സ്ഥലമാണ്. ഈ ലെറ്റീസിയ പോലെ അത്ര വലിയ സ്ഥലമല്ല. ഇവിടുന്ന് എനിക്ക് ബോട്ട് എടുത്തിട്ട് വേണം അപ്പുറം എൻട്രി ചെയ്യാൻ. നമുക്ക് പെറുവിലെ വിസ ഓണറബിൾ വിസയാണ്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഈ US വിസ വെച്ചിട്ട് എന്തായാലും എൻട്രി ചെയ്ത് നോക്കാം. പിന്നെ അവിടുന്ന് പിന്നെ വേറെ എല്ലാ സ്ഥലത്തേക്കും പോകണമെങ്കിൽ ബോട്ട് എടുത്തിട്ടല്ല മൂവ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ഒരു ഹാമോക്ക് നോക്കാൻ വേണ്ടി വന്നതാണ്. ബോട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. 4, 5, 6 ദിവസം ഹാമോക്കിൽ കിടന്നുറങ്ങണം. അപ്പം എൻ്റെ കയ്യിലുള്ള സാധനം ഹാമോക്ക് ആക്കി തൂക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്പേസും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഹാമോക്ക് മേടിക്കാൻ വേണ്ടി വന്നേക്കാം, വേറെ ഓപ്ഷൻ ഇല്ല. സോ അവർ കാണിച്ചു തരുന്നുണ്ട്. ക്വാന്തോ 30 30,000 തോന്നുന്നു. നോക്കിയോട്ടെ, ഇതിന് വെയിറ്റ് ഉണ്ടാവും. നോക്കിയോട്ടെ, ഞാനിതാ ഈ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിന് 30,000 വരുന്നത്. അത് മേടിച്ച് എന്തായാലും വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക് പോകുന്ന സമയത്ത് ഇത് മേടിക്കാതെ. ഇവിടെ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ അവിടെ പോയിട്ട് ബോട്ടെല്ലാം നോക്കിയിട്ട് പോകണം. എല്ലാ ദിവസവും ഈ ബോട്ട് ഉണ്ടാവില്ല, കാരണം ഇത് സ്ലോ ആയിട്ട് പോകുന്ന ബോട്ടാണ്. 3 ദിവസം 4 ദിവസം എടുത്തിട്ട്. അപ്പം അത് കാർഗോ ബോട്ടാണ് ഉണ്ടാവുക. അപ്പം എല്ലാ ദിവസവും അവരിങ്ങനെ പോകില്ല, ഇടയ്ക്ക് മാത്രമാണ് പോകുള്ളൂ. അപ്പോൾ ഡേറ്റ് കറക്റ്റ് നോക്കണം. ചിലപ്പോൾ ഒരാഴ്ചക്കൊന്നും ഉണ്ടാവില്ല, ഒരാഴ്ചക്കൊന്നും ഇല്ലെങ്കിൽ ലോക്കാവും. അതാണ് പ്രശ്നം. സോ ഞാൻ അവിടെ പോയി തന്നെ അന്വേഷിക്കണം. ഇവിടെ ചോദിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് പറയുന്നില്ല. അങ്ങോട്ട് പോയാൽ തന്നെ കറക്റ്റ് അറിയില്ല. അയ്യോ, അങ്ങോട്ട് ക്രോസ് ചെയ്യട്ടെ. ഫുള്ള് നനഞ്ഞ് ഷൂസ് ഫുള്ള് നനഞ്ഞ്. ഇവിടെ ഭയങ്കര മഴയായതുകൊണ്ട് മൊത്തം നനഞ്ഞതേ. ഇവിടെ എല്ലാം പൂവിനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടുന്ന് വന്നിട്ട് സെയിം ഹോസ്റ്റൽ ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്തായാലും ടൈം ഒരുപാട് ലേറ്റായി, മഴ കാരണം ഞാൻ അവിടെ കുറേ നേരം സ്റ്റക്കായി. സോ ഇപ്പം ഞാൻ അപ്പുറത്ത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ വളരെ കുറച്ച് ഹോസ്റ്റൽസൊക്കെ ഉള്ളൂ. നമുക്ക് ടെൻ്റ് അടിക്കാനാണെങ്കിലും ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ സ്റ്റേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് ലോക്കൽ ആൾക്കാരുടെ വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ ഇന്ന് ഈ ഹോസ്റ്റൽ എടുത്തേക്കാണ്. സോ നാളെ മോർണിംഗ് അല്ല, ഞാൻ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം. അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ബോട്ട് എടുത്തിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. ഇവിടെ എന്തായാലും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം, ഇവിടെ നെറ്റ് ഉള്ളതുകൊണ്ട്. അപ്പം എന്തായാലും ഇന്നിവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിതാ എൻ്റെ ഒരു ഫ്രണ്ടിനെ, പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയതാണ്. ആള് മെക്സിക്കോക്കാരനാണ്. വിക്ടർ, റൈറ്റ്? വിക്ടർ, ഹായ്, ഹൗ ആർ യു? ഓക്കെ, മെക്സിക്കോക്കാരനാണ്. മെക്സിക്കോയിലെല്ലാം ഞാൻ പറയാം ഓരോ സ്ഥലങ്ങളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും. ഫുഡ് ഐ ലവ് ദ ഫുഡ്. മെക്സിക്കോ സ്പൈസി. നമ്മൾ ഇന്ത്യൻ ഫുഡ് പോലെ തന്നെ ഭയങ്കര സ്പൈസിയാണ്. സെയിം ലൈക്ക് ഇന്ത്യൻ ഫുഡ്. I really love tacos. Yeah, carne tacos, pastor, the pork. Pastor. Yeah, pastor. And many things I love there. Also the candies are spicy. Did you try it? Yes. Candy is also spicy. Everything spicy. Yeah. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഹാമോക്ക് മേടിച്ചപ്പോൾ അതിനൊരു സാധനം കണക്ട് ചെയ്യാനുള്ള മേടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അത് ഞാൻ മേടിക്കാൻ വേണ്ടി പോവാണ്. ആൾക്ക് ഹാമോക്ക് മേടിക്കണം. ആള് ഇവിടുന്ന് ബ്രസീൽ. Tomorrow you are going to Brazil, right? To Brazil. Yeah. So 4 days. 4 days. Yeah. 4 ദിവസം ആള് ഹാമോക്കിലെല്ലാം കിടന്നുറങ്ങിയിട്ട് ബ്രസീലിൽ ഒരു സ്ഥലത്തെല്ലാം പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ എനിക്കും അതുപോലെ തന്നെ 4-5 ദിവസമൊക്കെ ടൈം എടുക്കും. For me also maybe 5, 6, 7 days from Iquitos, Peru, Iquitos to Pucallpa. Yeah, Pucallpa. It's a small town. Yeah, so I'm not sure. I didn't decide. There is only slow boat or the flight. But the flight is very expensive. Very expensive. But before, if I book 1 month before, it's very cheap. But the last minute, if I book, it's very expensive. That's the thing. That's a problem. Because for me, I don't have any proper plan. So very hard to take proper flight and all. That's the thing. Yeah. So നമ്മളിങ്ങനെ നടന്നാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഹോസ്റ്റലിലേക്ക് ബൈക്ക് ടാക്സി എടുത്താണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ച്. ഉച്ചക്കെല്ലാം നല്ല മഴയായിരുന്നു. ഇപ്പം നല്ല വെയിലായപ്പോൾ നോക്കി നല്ല വലിയ റെയിൻബോ എല്ലാം നല്ല രസമായിട്ട് കാണുന്നുണ്ട്. അടിപൊളി കേട്ടോ. നല്ല സ്കൈയും, ക്ലിയർ സ്കൈയും, നൈസ് ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്, റൈറ്റ്? ഇറ്റ്സ് നൈസ്. ഐ ലൈക്ക് ഇറ്റ്. വാവ്, അത് ഫുൾ റൗണ്ട് ഉണ്ട്.
അവിടം വരെയും ഫുൾ റൗണ്ട് ആയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. ഇവിടുത്തെ ഒരു സെൻട്രൽ പാർക്കാണ് ഈ കാണുന്നത്. ലെറ്റീസിയ എന്നല്ല എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഭയങ്കര രീതിയിൽ കിരികിരികിരികിരിന്ന് അത്രയധികം കിളികളെല്ലാം പറന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഇപ്പോൾ റെയിൻബോ മാറിയിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അടിപൊളിയൊരു രസമുള്ള വെതർ. ഒരു ചെറിയ തണുത്ത കാറ്റുണ്ട്. നൈസായിട്ടുള്ള ചെറിയ മഴയുള്ളൂ. ഒരുപാട് മഴയായാലും ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇങ്ങനെ കുറേ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 2 ടീഷർട്ട് മേടിക്കാമെന്നുള്ളത്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ. ഒരെണ്ണത്തിന് ഇന്ത്യൻ റുപ്പി 1000 ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും വേറെ സുവനീറോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. എപ്പോഴും ഒരേ ടൈപ്പ് ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വീട്ടിൽ കാണുന്നവർക്കും ബോറടിക്കണ്ട, എനിക്കും ബോറടിക്കണ്ട. ഞാനിത് അവിടെ ഒരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അത് അവൻ്റെ കയ്യിലാണ് വെച്ചേക്കുന്നത്. അവനും എനിക്കും കൂടെയാണ് അത് മേടിച്ചിട്ടുള്ളത്. മറ്റേ ഹാമോക്കിലിടാനുള്ള മറ്റേ നൂലുണ്ടല്ലോ, അത് കെട്ടാനുള്ള ഞാൻ വാങ്ങാൻ മറന്നിട്ടുണ്ടായിരുന്നു. സോ അത് മേടിച്ചിട്ടുണ്ട്. അതവിടെ വന്നപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ എല്ലാം കാണുന്നു. അതെല്ലാം കണ്ടുവിടെ നിൽക്കുകയാണ്. അവന് ഹാമോക്ക് മേടിക്കണമായിരുന്നു, പക്ഷേ കട ക്ലോസ് ആയി പോയി. ഇത് വേറെ കടയിൽ നിന്നാണ് അതിൻ്റെ പാർട്ട് മേടിച്ചിട്ടുണ്ടായത്. ഇനിയിപ്പോൾ നാളെ രാവിലെ അവൻ മേടിക്കുമെന്ന് പറയുന്നു. അവൻ ബ്രസീലിലേക്ക്, ഞാൻ പെറുവിലേക്കുമാണ് പോകുന്നത്. ഹലോ, ഇന്നലെ അവിടെ ഞാൻ ഹോസ്റ്റലിൽ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ആയിട്ട് ഞാനിപ്പോൾ രാവിലെ തന്നെ ഞാൻ ടാക്സിയെല്ലാം എടുത്ത്, ബൈക്ക് ടാക്സിയൊക്കെ എടുത്തിട്ട് ഞാൻ ബ്രസീലിൻ്റെ എംബസി പോയി വിസ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രസീലിൻ്റെ എംബസി പോയിട്ട് എനിക്ക് അവിടെ ക്ലോസ്ഡ് ആണ് എംബസി. സോ എനിക്ക് വിസ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ഞാനിത് അവിടെ വീണ്ടും അടുത്ത ബൈക്ക് ടാക്സി എടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. അവിടെ ദാഹോല ഇവിടെ ഫിഷെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എന്താ കഴിക്കണ്ടേ, എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ. കൊമീതാ Sí, ¿cuánto? A 10. 10. Sí. 10. Ajá, tengo chuletica y tengo pescadito. ¿Pescado cuánto? 10. 10, mami. 10. Pescado 1. ¿Uno? Sí. ഇതിന് ഒരെണ്ണത്തിന് 10,000 ആണ്. ഞാൻ അത് കഴിക്കട്ടെ. ഇവിടുന്ന് കഴിച്ചിട്ട് ഞാനിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇനി പെറുവിലേക്ക് ഞാൻ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയാവും. നമുക്ക് അനക്കൊണ്ടേ കാണാൻ പോകണമെങ്കിലോ വേറെ എങ്ങോട്ട് കാണാൻ, എന്ത് കാണാൻ വേണമെങ്കിലും ഒടുക്കത്തെ പൈസയാവും. അപ്പം അതുകൊണ്ട് ഞാൻ അതൊന്നും പോകുന്നില്ല. പോണ വഴിക്കുമെല്ലാം കണ്ടാലായി. അപ്പം ഞാൻ ഈ ആമസോൺ റിവർ വഴി ക്രോസ് ചെയ്തിട്ട് പെറുവിലേക്ക് പോകുന്നതും അവിടെ ആമസോൺ റിവർ തന്നെയാണ്. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. ഒന്നും കഴിച്ചിട്ടില്ല. നല്ലപോലെ വിശക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കുകയാണ് ചെയ്തത് ഇന്നലെ രാത്രി. ഇവിടെ എന്ത് ചൂടാ! മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഭയങ്കര ചൂടാണ് അല്ലേ? ചൂടല്ലേ ഇവിടെ? റൈസും ഫിഷും പിന്നെ ബീൻസും ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ചെളുക്ക കണ്ടോ? ചെളുക്ക ഒന്നും അവർ കളയൂല. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരി എനിക്ക് ക്യാഷ് കുറച്ച് ബാക്കിയുള്ളത് സോൾസിലേക്ക് ചേഞ്ച് ചെയ്യണം. പെറുവിലേക്ക് പോവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സോൾസിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ പോവാണ്. ഓക്കെ, ഗ്രാസിയാസ്. പുള്ളിക്കാരിയാണ് ബൈക്കിൽ എന്നെ കൊണ്ടുവന്ന്. ഞാൻ ഇന്നലെ അവിടുന്ന് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നും ഞാൻ അവിടുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് ഭയങ്കര കമ്പനിയാണ്. ഞാനിപ്പോൾ ഇന്ന് തന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു മണിക്കൂർ അവിടെ ഇരുന്നിട്ടാണ് മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ചെളുക്കൊക്കെ കളഞ്ഞ് കഴിച്ചത്. ഇന്നലെ അതുപോലെ ഒരുപാട് അവരോട് സംസാരിച്ചായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് പൈസ കൊടുക്കരുത്, എന്നെ കാണുമ്പോൾ ഒരുപാട് പൈസ ഇതാക്കുക, ഒരു സ്കാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനും വരാം ഇവിടെ പൈസ ചേഞ്ച് ചെയ്യാനും പിന്നെ ബോട്ടിൻ്റെ അങ്ങോട്ടും അങ്ങനെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി എന്നെ കൊണ്ടിപ്പോൾ പോകുന്നത് കേട്ടോ. എന്ത് നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ജസ്റ്റ് കടയിൽ ഒരു തട്ടുകടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ പരിചയമാണ്. ആ പരിചയത്തിലാണ് പുള്ളിക്കാരി എന്നെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. മൂച്ച ഗ്രാസിയാസ്. എനിക്ക് ക്യാഷ് ചേഞ്ച് ചെയ്ത് തന്നത് ആ ബോട്ടിൻ്റെ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞ് ബോട്ടിൽ പോകാനായിട്ട് അപ്പോൾ ആൾ കൂടെ വരികയാണ്. കാരണം എൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഫോറിനർ ആണെന്ന് കാണുമ്പോഴേ ഇവർ ഒരുപാട് പൈസ പറയും. അതാണ് പ്രശ്നം. ഞാനിപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുന്ന് വേറെ ബോട്ട് എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ 2-3 ടൈപ്പ് ബോട്ടുണ്ട്. സ്പീഡ് ബോട്ട്, സ്ലോ ബോട്ടൊക്കെ ഉണ്ട്. സ്ലോ ബോട്ട് ഓൾറെഡി അതിന് ശേഷം ഞാൻ സ്ലോ ബോട്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതിന് മുന്നേ സ്ലോ ബോട്ട് എടുക്കണോ എന്താണെന്നറിയില്ല. സ്ലോ ബോട്ട് എടുത്തു കഴിഞ്ഞാൽ 3 ദിവസം 4 ദിവസം, ചില ബോട്ടിൽ 7 ദിവസം 8 ദിവസം അങ്ങനെയാണ്. എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ സ്ലോ ബോട്ടാണെങ്കിൽ എല്ലാ ദിവസവും ഇല്ല. സ്പീഡ് ബോട്ടാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ട്. എന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ, അപ്പം തന്നെ അറിയുള്ളൂ. ഞാനിതാ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഞാൻ മാത്രമാണ് ബോട്ടിലുള്ളൂ, വേറെ ആരുമില്ല. കണ്ടോ, ആള് എനിക്ക് വേണ്ടി മാത്രം പോവാണ്. അപ്പം എൻ്റെ അടുത്ത് സെൻറ്ററിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പുറേ ഇരുന്ന് കഴിഞ്ഞാൽ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ സെൻറ്ററിലാണ് ഇരിക്കുന്നത്.
വേറെ ആരുമില്ല, വേറെ ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകും. പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ ഇതിപ്പോൾ ആമസോൺ റിവർ അല്ല, തൊട്ട് ബാക്കിലാണ് ആമസോൺ റിവർ വരിക. അങ്ങോട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നു ¿cuántos minutos? Santa Rosa, ¿cuántos minutos? ¿Cuántos minutos? ¿Sí? 10. Sí, 10 മിനിറ്റ്. 10 മിനിറ്റ് ആണുള്ളൂ അങ്ങോട്ട് പോകാനായിട്ട്. നല്ല രസമുണ്ട്. ലൈഫ് ജാക്കറ്റ് എല്ലാം ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ വലിയ ബോട്ടായതുകൊണ്ട് പേടി തോന്നുന്നില്ല. ഞാനിതാ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ആമസോൺ ഫോറസ്റ്റ് അല്ല, റിവറാണ്. ആ കാണുന്ന ബ്രസീൽ, ആ കാണുന്ന കൊളംബിയ, ഈ കാണുന്ന പെറു. ഇത് എമിഗ്രേഷൻ ആണ്. എമിഗ്രേഷൻ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് വീണ്ടും അടുത്ത ബോട്ട് എടുത്തിട്ട് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകണം. അതായത് ഈ ഇക്വിറ്റസിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് വീണ്ടും ബോട്ട് എടുക്കണം തോന്നുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അറിയില്ല. അത് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിക്കണം. ഇതിപ്പോൾ എമിഗ്രേഷൻ Sí, aquí emigration. Sí. O es un tutú Sí. que te lleva a migración. Emigration. Está Cerca. Lejos. Media hora ¿Moto? caminando. Moto, tutú, pues para que te lleve. Lejos. Ajá. Caminando, ¿cuántos minutos? Caminando. Media hora. Media hora. Ajá. Sí, Tutú media es hora. 10 minutos. Oh, tuk 10 minutos. Moto? Moto. Sí. 10. ഒടുക്കത് ചൂടായിട്ട് എനിക്ക് തല കറങ്ങുക. ഞാനപ്പോൾ ഇവിടുത്തെ ഇതെടുത്തു, സോൾസ് ഞാൻ ചേഞ്ച് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ തുക്ക് ഇട്ടേക്കാണ്. അതിന് 5 സോളാണ് വരുന്നത്. 5 സോൾ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര പറയാ, ഏകദേശം നമ്മളെ നാട്ടിലൊരു എത്ര ഉണ്ടാവും, മേ ബി ഒരു 200 രൂപ ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടാവും. തൊട്ടപ്പുറയാണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, 1 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഭയങ്കര ചൂടായിട്ട് എന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, തളർന്നു പോവാണേ. നട്ടുച്ച സമയമായിട്ട് ഇനി ബോട്ടിൻ്റെ അത് എടുക്കാൻ ബോട്ടിന് എത്ര പൈസയാവും നോക്കിയിട്ട് വേണം ഡോളർ ചേഞ്ച് ചെയ്യാൻ. ഡോളർ എന്തായാലും വീണ്ടും ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇന്ത്യൻ റുപ്പി ഒരു 3000 രൂപേൻ്റെ അടുത്താണ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ ഇനി ഇപ്പം തന്നെ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്തിട്ട് എത്രയാവും നോക്കണം ബോട്ടിൽ പോകാനായിട്ട്. ടിക്കറ്റ്സ് വരെ 3 ദിവസമാണ് എടുക്കുക. സ്ലോ ആണെങ്കിൽ, സ്പീഡാണെങ്കിൽ ഒരു 15 മണിക്കൂർ 20 മണിക്കൂർ എടുക്കും. എന്തായാലും നോക്കിയോട്ടെ, എനിക്കറിയില്ല എപ്പോഴാണ് എങ്ങനെയാണെന്ന്. ആദ്യം എന്തായാലും എമിഗ്രേഷനിൽ പോയിട്ട് സ്റ്റാമ്പ് ചെയ്യട്ടെ. സ്റ്റാമ്പ് ചെയ്ത് ഞാനിവിടെ ലീഗലി എൻട്രി ചെയ്തു. ഒന്ന് ആലോചിച്ചൊക്കെ ഇപ്പം ഞാൻ ബോട്ടിൽ വന്നിറങ്ങി, ഇതുവഴി നടന്നു പോയി. പോലീസും ചോദിക്കൂല, ആരും ചോദിക്കൂല. ആർക്ക് വേണമെങ്കിൽ ട്രെസ്പാസ് ചെയ്യാം. ഇപ്പോൾ പെറുവിലെ വിസ ഇല്ല വിചാരിക്കും, ഒരു പ്രശ്നമില്ല. കൊളംബിയയിലെ വിസ ഉണ്ടെങ്കിൽ പെറു ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇതേ വഴി തന്നെ തിരിച്ച് നമ്മൾ എക്സിറ്റ് ചെയ്ത് കൊളംബിയയിൽ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പെറുവിൽ വിസ അല്ലാണ്ട് കയറാം ഇല്ലീഗലായിട്ട്. കണ്ട് എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ട് എമിഗ്രേഷൻ നമുക്ക് വേണമെങ്കിൽ പോയത്. ഞാനെല്ലാം ലീഗലായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കെന്തായാലും പിന്നെ എനിക്ക് സ്റ്റാമ്പ് വേണം പാസ്പോർട്ടിൽ. സോ അതുകൊണ്ട് ഞാൻ ഫുള്ള് ലീഗലായിട്ട് പോകുന്നു. അല്ലെങ്കിൽ ഇവിടെ ഏത് രാജ്യത്തേക്കും ട്രെസ്പാസ് ചെയ്യാൻ ഈസിയാണ് ഇല്ലീഗലായിട്ട്. അതാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ, അങ്ങനെ പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നതാണ്. ഞാൻ എന്താ ഈ തുക്തുക്കിൽ എമിഗ്രേഷൻ്റെ അവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. സോ ഞാൻ പാസ്പോർട്ടിൽ പോയി സ്റ്റാമ്പ് ചെയ്തിട്ട് വരാം. പണി കിട്ടി. ഞാൻ എത്ര പൊട്ടത്തിയാ എക്സൈറ്റ്മെൻറ്റിൽ ചാടി കയറി പെറുവിൽ വന്ന്. പൊട്ടത്തിയാണോ ഞാൻ, മണ്ടത്തിയാണോ ഞാൻ? എന്നെ പറയണ്ട വേറെ. ഇനി എന്താ ഞാൻ എന്നെ തന്നെ ചീത്ത വിളിക്കേണ്ടത്? എന്താ കാണിച്ചത്? കൊളംബിയന്ന് എക്സിറ്റ് ചെയ്യേണ്ട ബോട്ടിൽ വരുന്നത് കൊണ്ട് അവിടെ എക്സിറ്റ് ചെയ്യാണ്ട് ബോട്ടിൽ വന്ന്. ഇതാണ് സെക്യൂരിറ്റി ചെക്കിങ്ങും ഒന്നുമില്ല. എങ്ങോട്ട് വേണേൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എൻട്രി ചെയ്യാം. അതാണ് പ്രശ്നം. അതിൻ്റെ കാര്യം പറഞ്ഞു വന്നിട്ട് ഞാൻ പാസ്പോർട്ട് എടുത്തുകൂടെ കാണിച്ചപ്പോൾ കൊളംബിയ എക്സിറ്റ് ചെയ്തില്ലേ ചോദിച്ചു. അപ്പോഴാണ് ആലോചിച്ച്. അപ്പോൾ വീണ്ടും ഞാൻ ആ തുക്തുക്കന്നെ എടുത്ത് അങ്ങോട്ട് പോയി. അവിടുന്ന് വീണ്ടും ബോട്ട് എടുത്ത് ഞാൻ അപ്പുറത്തേക്ക് പോയി. അവിടുന്ന് എക്സിറ്റ് ചെയ്ത് വീണ്ടും ബോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അവിടുന്ന് വീണ്ടും തുക്തുക്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് സ്റ്റാമ്പ് ചെയ്തിട്ട് വീണ്ടും അവിടുന്ന് തുക്തുക്ക് എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോകണം. പൊട്ടത്ര ഇങ്ങനെ കാണിക്കല്ലേ പൊട്ടത്തി അരുണിവേ, സത്യം. അയ്യോ, എനിക്ക് എന്നോട് എന്നെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. എന്ത് പൊട്ടത്ര ഞാൻ കാണിച്ചത്. ഞാൻ ആലോചിച്ചില്ല എക്സിറ്റ് ചെയ്യണതിനെ പറ്റി. ഞാൻ ആലോചിക്കുന്നോ ഇവിടെ ഒന്നും ചെക്കിങ് ഇല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ലീഗലായിട്ട് പോവാ, അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ച്. പക്ഷെ ഞാൻ എക്സിറ്റ് ചെയ്യണ കാര്യം ഞാൻ ആലോചിച്ചില്ല. എന്തൊരു മണ്ടിയാണ്. ഇനി എന്തോരം പൈസ പോകുന്നറിയോ? എത്ര പ്രാവശ്യം തുക്തുക്കും എത്ര പ്രാവശ്യം ബോട്ടും. അതാണെങ്കിൽ ഇന്ത്യയിൽ സോള് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇവിടുന്ന് അവിടെ വരെ സോള് മതി. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ സോൾ അവർ സമ്മതിക്കൂല. നല്ല പണിയാണ് കിട്ടിയേ. തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ കയറി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. വല്ല കരയിലൊക്കെ ആയിരുന്നെങ്കിൽ നടന്നു പോയാൽ മതി. ഇത് ബോട്ടിൽ ഇനി അത്ര ദൂരം പോകണം.
അത് കഴിഞ്ഞിട്ട് വീണ്ടും ബോട്ട് എടുത്തിട്ട് തിരിച്ചു വരണം. ഇതാണ് എൻ്റെ കഷ്ടപ്പാട്. ഒരു സൈഡിലേക്ക് വരാനായിട്ട് എനിക്ക് 300 രൂപയായി, അത് ബോട്ടിന് മാത്രം. പിന്നെ 200 രൂപ ഓട്ടോന്, പിന്നെ അവിടെ നിന്നുള്ള ടാക്സി. ഇപ്പോൾ ഒരു 3 പ്രാവശ്യം പോകണം. 3 പ്രാവശ്യം ബോട്ട്. ഇപ്പോൾ ഓൾറെഡി 2 പ്രാവശ്യം ടുക്ടുക്ക് എടുത്തു, ഇനി 2 പ്രാവശ്യം എടുക്കണം. എത്ര പൈസയാണ് ചിലവെന്നറിയോ? എൻ്റെ പൊട്ടത്തരം കൊണ്ട് മാത്രം അത്രയും പൈസ ചിലവായത്. അതാണ് എൻ്റെ വിഷമം. മണ്ടത്തിയാണല്ലോ. അയ്യോ, എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ലേ. അത് 5 മണിക്കാണ് എൻ്റെ ആ ബോട്ട്. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. എക്സിറ്റ് സ്റ്റാമ്പൊക്കെ ചെയ്ത് ഇതാ തിരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ എന്തൊരു പൈസ നഷ്ടമായെന്നറിയോ? എൻ്റെ ഒരു മണ്ടത്തരം കാരണം. സാരല്ല, ഓരോന്ന് ഉണ്ടാവുമ്പോൾ ഓരോന്ന് പഠിക്കുമല്ലോ. ഞാൻ ഒറ്റയ്ക്ക് വന്ന കാര്യമില്ലാത്തതുകൊണ്ട് ആളിതാ ബ്രസീലിലേക്ക് വന്നേക്കാണ്. കണ്ടോ, ഞാൻ അങ്ങനെ ബ്രസീലിലെത്തി. ഇവിടുന്ന് ബ്രസീലിലെ ആളെ എടുത്തിട്ട് തിരിച്ച് പെറുവിലേക്ക് പോകുന്നതായി കാണുന്നത്. ബ്രസീൽ നമുക്ക് അല്ലെങ്കിലും ഇവിടെ ആ ഒരു ടൗണിൽ എൻട്രി ചെയ്യാം. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോകാണ്ടിരുന്നത്. ആ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ പോകാൻ പറ്റൂ. എനിക്ക് ഫുൾ ബ്രസീലെല്ലാം പോകണം. വലിയ രാജ്യമാണ്. ഒരൊറ്റ സ്ഥലം സ്റ്റാമ്പ് ചെയ്യാണ്ട് പോയിട്ട് അല്ല, സ്റ്റാമ്പ് ചെയ്തിട്ട് എല്ലാ പ്ലേസിലും പോകാനുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും മാക്സിമം ഞാൻ ലിമയിൽ പോയിട്ട് എംബസിയിലെല്ലാം പോയിട്ട് അവരുടെ കൈയും കാലും പിടിക്കും. എനിക്ക് വിസ തരുമോ ചോദിച്ചിട്ട്. തരാണെങ്കിൽ ഞാൻ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കും. ഫുള്ള് അവിടുത്തെ ആമസോണും എല്ലാം. നമുക്ക് ബ്രസീലിൽ കുറേ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതല്ല, ഇനി വിസ കിട്ടിയില്ലെങ്കിൽ പിന്നെ വിസ എടുത്തിട്ട് അടുത്ത വർഷം വല്ലതും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യും. എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് സ്റ്റാമ്പിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെയാണ്. 3 മാസത്തിനാണ് നമുക്ക് വിസ. നമുക്കിനി എൻട്രി ചെയ്ത് എക്സിറ്റ് ചെയ്യാൻ എത്ര വേണമെങ്കിലും മൾട്ടിപ്പിൾ എൻട്രി, ഫ്രീ വിസയാണ്, പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അതാ അടുത്ത ബോട്ട് എടുത്തിട്ട് തൊട്ടപ്പുറം വരെ പോകാൻ വേണ്ടിയിട്ട്, അതായത് ഇക്വിറ്റസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് ബോട്ടിൽ. ഇക്വിറ്റസ് വരെ പോകാനായിട്ട് നമ്മൾ ബോട്ട് എടുക്കണം. അതായത് ഇക്വിറ്റസ് വരെ ബോട്ട് എടുക്കണം. ഇവിടുന്ന് ഇക്വിറ്റസിലേക്ക് പോകാനുള്ള ബോട്ട് പോകുന്ന സ്ഥലത്തേക്ക് ബോട്ട് എടുക്കണം. ഫുൾ ബോട്ടാണ്. വേറൊരു പുള്ളിക്കാരനുണ്ടായിരുന്നേ, ആളെന്നെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാണ്. അപ്പോൾ ആൾ എവിടെ അറിയില്ല. കാരണം നേരത്തെ ഞാൻ ഡിസ്കൗണ്ട് ചോദിച്ചു. കാരണം എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം എൻ്റെ 3000 രൂപ തീർന്ന് ഒറ്റയടിക്ക്. പിന്നെ വീണ്ടും ഇനിയിപ്പോൾ ഇതിന് 200 രൂപ. അങ്ങനെ ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു $100 ചേഞ്ച് ചെയ്ത് പെസോസിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ലാഞ്ച എന്ന് പറയും ആ ബോട്ടിന്. മുന്നേ പോകുന്നതിന് ലാഞ്ച എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ കയ്യിലാണ് ഫോണൊന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല. 3 ദിവസമാണ്. ഫോണിലും ചാർജില്ല, എൻ്റെ ക്യാമറയിലും ഒരെണ്ണത്തിൽ ഇപ്പോൾ ചാർജില്ല. ആകെ 2 ബാറ്ററി വേറെ ഉള്ളൂ. അത് കുറച്ച് നേരം നിൽക്കും. 3 ദിവസം ഭയങ്കര ടാസ്ക് തന്നെയാണ്. ഞാൻ ഇന്ന് പോവും പെട്ടെന്ന് അങ്ങനെ ആലോചിച്ചില്ല. ചാർജ് ചെയ്യാനും പറ്റിയില്ല. ഞാനത് ഹോസ്റ്റലിൽ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അതെന്തേ? ഓക്കെ, തൊട്ടപ്പുറം എന്തേ ആ കാണുന്നുണ്ടോ? അവിടെ നിന്നാണ് ഡിപ്പാർട്ട് ചെയ്യുക. ആ ഒരു ബോട്ടിൽ കയറി വന്നിട്ട് ഞാനിവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ എൻ്റെ ഹാമോക്കെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുകയാണ്. എന്താവും അറിയില്ല. ലാഞ്ചയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ലാഞ്ച എന്നാണ് ആ ഒരു ബോട്ടിനെ അവർ പറയുന്നത്. സോ 3 ദിവസം എടുക്കുന്നതാണ് അവർ പറഞ്ഞത്. 3 ദിവസം ഇലക്ട്രിസിറ്റി ഇല്ല, ഫോൺ ചാർജ് ചെയ്യാൻ പറ്റില്ല, ക്യാമറ ചാർജ് ചെയ്യാൻ പറ്റില്ല, നെറ്റ്വർക്ക് ഇല്ല, ഒന്നുമില്ല. സോ ഈ വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴാണ് ഇടുന്നതെന്ന് തന്നെ അറിയില്ല. മേ ബി ഏതെങ്കിലും സ്ഥലത്ത് എത്തിയതിന് ശേഷമായിരിക്കും ഈ വീഡിയോ എല്ലാം ഇടുന്നുണ്ടാവുക. ഭയങ്കര ടാസ്ക്കാണ്. ഈ ഇക്വിറ്റസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഒരു എക്സാക്റ്റ് ആമസോൺ ഫോറസ്റ്റിൻ്റെ നടുവിലുള്ളൊരു സ്ഥലമാണ്. അവിടുന്ന് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ബോട്ട് എടുത്തിട്ടാണ് വേറെ എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരു ടൗണിൽ മാത്രം. അപ്പോൾ ടൗണിൽ ഇലക്ട്രിസിറ്റിയും ചാർജും എല്ലാം ഉണ്ട്, നെറ്റ്വർക്കൊക്കെ കിട്ടും. അപ്പോൾ ഇക്വിറ്റസ് എത്തിയ കഴിഞ്ഞാലാണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല ഇനി 3 ദിവസം എങ്ങനെ ഉണ്ടാവും. നമുക്ക് ഇതിൽ ഫുഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. പിന്നെ താമസിക്കുന്നത് നമ്മളെ ഹാമോക്കിൽ തന്നെ നമ്മൾ മേടിച്ചിട്ട് അതിൽ കിടന്നുറങ്ങണം. അങ്ങനെയാണ്. ഞാൻ ആക്ച്വലി ഡെക്കാത്തലോണ്ട് അടിപൊളി ഹാമോക്കാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ടു ക്യാരി ആണ്. പക്ഷെ അത് ഇന്ത്യയിൽ ഇല്ല. മുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഈ അടുത്തൊന്നും അങ്ങനെ ഹാമോക്കിൻ്റെ ആവശ്യം വന്നില്ല. ഇവിടെയൊക്കെ എത്തിയപ്പോഴാണ് ഫുള്ള് ഹാമോക്ക്. മേടിച്ചാൽ മതിയായിരുന്നു. ഈവൻ കാലിയിൽ ഡെക്കാത്തലോൺ ഉണ്ടായി. അവിടെ നിന്നെങ്കിലും മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ഇതിൻ്റെ കാര്യം ആലോചിച്ചില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഹാമോക്കിലെല്ലാം കിടക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പൊട്ടത്തരായിപ്പോയി. കുഴപ്പമൊന്നുമില്ല. പുതിയത് മേടിച്ച്. പക്ഷെ അത് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് എപ്പോഴും ക്യാരി ചെയ്യാൻ പറ്റില്ല. അതാണ്. സോ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താവും എന്നറിയില്ല. ഇന്ന് ഫസ്റ്റ് ഡേ കയറിയപ്പോൾ തന്നെ പൊട്ടത്തരം കാണിച്ച് കുറേ പണി വാങ്ങി. കുറേ ഒറ്റയടിക്ക് 3000 രൂപ എല്ലാം തീർന്ന് സന്തോഷമായി. കൊളമായി എല്ലാം. ഇനി അങ്ങോട്ട് പെറുവിൽ എന്താവും എന്നറിയില്ല. പെറു അടിപൊളി രാജ്യമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് പെറുവിൽ ഒരുപാട് കാഴ്ചകളെല്ലാം കാണാനായിട്ട്.
അപ്പം ഞാൻ ഇനി വരുന്ന വീഡിയോയിലെല്ലാം പെറുവിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം. സോ ഈ വീഡിയോ ഞാൻ ഇതോടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.